ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു കിച്ചൺ മേക്ക് ഓവർ കാണിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നില്ലേ നമ്മളൊരു ഡൈനിങ് ടേബിൾ എടുത്തു എന്ന്. അപ്പോൾ അതിന്ന് നമുക്ക് ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെ, ഞാനാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, സിങ്ക് വരുന്ന ആ ഒരു സൈഡിലും കൂടി വാൾപേപ്പർ ഒട്ടിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇത്തവണ വൈറ്റ് കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ വാൾപേപ്പർ. ഇത് കുറച്ചും കൂടി നല്ല കട്ടിയുള്ള, കുറച്ചും കൂടി നല്ല തെർമോക്കോൾ പോലെ ഇരിക്കുന്ന ടൈപ്പിലുള്ള ഒരു മോഡലാണ്. നമ്മൾ ഓൾറെഡി മറ്റേ സൈഡിൽ ഗ്യാസ് സ്റ്റവ് വെച്ചേക്കുന്നതിന്റെ അവിടെ വെച്ചേക്കുന്ന വാൾപേപ്പർ ആണെങ്കിൽ സാധാരണ വാൾപേപ്പർ ആണ് കേട്ടോ. അത് കുറച്ചും കൂടി കട്ടി കുറവാണ്, പക്ഷെ എന്നാലും ഒട്ടിക്കാനായിട്ട് കുറച്ചും കൂടി പാടാണ്. പക്ഷെ ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് അങ്ങനത്തെ അല്ല, കുറച്ചും കൂടി നല്ല തിക്നെസ്സും ഉണ്ട്, കുറച്ചും കൂടി നമുക്ക് ഈസിയാണ്, ഒരാൾക്ക് ഒറ്റയ്ക്കൊക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഗോൾഡൻ കളർ ഡിസൈൻ വരുന്നതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് കളറിലുള്ള ഷീറ്റും ഗോൾഡൻ കളറിലുള്ള ഷീറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൈറ്റ് കളർ ഫുൾ ഒട്ടിച്ചിട്ട് ഗോൾഡൻ കളറിലുള്ള ആ ഒരു കൊച്ചു സ്ക്വയർ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അത് ഒട്ടിച്ചെടുക്കണം. പിന്നെ ഞാൻ മീഷോയിൽ നിന്നാണ് ഈ ഒരു വാൾപേപ്പർ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിത് 10 എണ്ണത്തിന്റെ ഒരു സെറ്റാണ് എടുത്തേക്കുന്നത്. 10 എണ്ണം എനിക്ക് 650 രൂപയ്ക്കോ മറ്റാണ് കിട്ടിയത് കേട്ടോ. ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് എന്തായാലും നിങ്ങളോട് ഉറപ്പ് പറയാൻ പറ്റും, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. മറ്റു വാൾപേപ്പർ പോലെ അല്ല. നമുക്ക് ഇതിനകത്ത് അഴുക്ക് പറ്റിയാലും ഒക്കെ തുടച്ചെടുക്കാനും ഒക്കെ പറ്റും. ഞാൻ സിങ്ക് ഏരിയയുടെ അവിടെ ഒട്ടിക്കണോ വേണ്ടേന്ന് ആലോചിച്ചിട്ട് പിന്നെ ഞാൻ എന്തായാലും അത് ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഭാഗത്ത് വെള്ളം അധികം തട്ടാതെ ആണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ വരുന്ന വ്ളോഗ്സിലൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വാൾപേപ്പർ ഒട്ടിക്കുന്നതിനിടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ എനിക്ക് ഷുഹു എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നൊരു കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു കുഞ്ഞു മോനുണ്ട്, 1-2 വയസ്സോ മറ്റോ ആണ് ആയത് മോന്. ഒരു കുഞ്ഞു വാവയാണ് ഉള്ളത്. ഏത് വീഡിയോ വന്നാലും കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്നും വീഡിയോസ് വന്ന ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടേക്കെന്നും പറഞ്ഞു. എന്നിട്ട് പിന്നീട് സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു വീഡിയോ തന്നെ 2-3 തവണയൊക്കെ കാണാറുണ്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ട വീഡിയോസ് ആണ്. അമ്മമാർക്കുള്ള ടിപ്സും അതുപോലെ കുഞ്ഞു മക്കളെ വെച്ചിട്ടുള്ള റൊട്ടീൻ സെറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞിരുന്നത് ഒരു ഹെൽപ്പ് വേണം, ഒരു ചെറിയൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം എനിക്ക് ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റുമെന്ന് തോന്നി. അപ്പൊ അതാണ് ചോദിച്ചിരുന്നത് കേട്ടോ നമ്മുടെ കമന്റ് ബോക്സിൽ. കുഞ്ഞിനെ ഒറ്റയ്ക്കാണ് നോക്കുന്നത്. അപ്പോൾ വീട്ടില് അമ്മയും ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്. ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോവും. അപ്പോൾ അമ്മ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് കുഞ്ഞിനെ നന്നായിട്ട് നോക്കുന്നില്ല എന്നും ഫുഡ് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് മറ്റുള്ളവരോട് പറയുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ കുഞ്ഞിനെ ഒറ്റയ്ക്കാണ് പുള്ളിക്കാരി നോക്കുന്നത്. പക്ഷെ എന്നാൽ മദറിലോ ഹെൽപ്പ് ചെയ്യുന്നുമില്ല, മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വന്നാലും ഹസ്ബൻഡിനോട് നെഗറ്റീവായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് ഈ കുട്ടിയെ കുറിച്ച്. അതുകൊണ്ട് എന്നെ മാനസികമായിട്ട് നല്ല വിഷമമാണെന്നും പിന്നെ പുള്ളിക്കാരിയുടെ ഉമ്മ മരിച്ചിട്ട് 2-3 വർഷമായി. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങനെ മദറിലോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു അഡ്വൈസ് തരാമോ എന്നാണ് ചോദിച്ചത്. മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ കമന്റിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതേ കാര്യം ഒരുപാട് പേര് എന്നോട് മുന്നേ, നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് പൊതുവില് എല്ലാ പെൺകുട്ടികളും ഫേസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ പരിമിതിക്കുള്ള അറിവുകൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പലതരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ പുതിയൊരു വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതുവരെ വളർന്നൊരു സിറ്റുവേഷൻ ആയിരിക്കില്ല, അതുവരെ നമ്മൾ ഒരു കംഫോർട്ട് സോണിൽ ഉണ്ടായിരുന്നിരിക്കാം. നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും നമ്മളെ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കില്ല നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടിലെ ആൾക്കാർ. ചില ആൾക്കാർക്കാണെങ്കിലും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. വീട്ടുകാർ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കുള്ളൂ ആ വീട്ടുകാരായിരിക്കും നമ്മളെ കൂടുതൽ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ
ഓരോരുത്തരുടെ ഭാഗ്യം കൂടിയാണെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ ഒരു ചോദ്യത്തിൽ തന്നെ ഉത്തരം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. കാരണം കുഞ്ഞിനെ ഒറ്റയ്ക്കാണ് നോക്കുന്നതെന്നും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ടെന്നും അവർക്ക് തന്നെ ഒരു ബോധമുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് നോക്കുന്ന ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ അതിപ്പോൾ എനിക്കാണെങ്കിലും സങ്കടം വരും. അപ്പോൾ ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. ചില ആളുകളുടെ സ്വഭാവം, നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇൻലോസ് ഒക്കെ ആണെങ്കിൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കൂടുതലും അവരോട് സംസാരിക്കാതെ തിരിച്ച് മറുപടി പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് കാരണം അവരുടെ മകനോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് പരസ്പരം ഇപ്പം നമ്മൾ അമ്മയും മരുമകളും ആയിട്ട് വഴക്കുണ്ടാവുന്ന സമയത്ത് അത് കൂടുതൽ മെന്റൽ സ്ട്രെസ് കൊടുക്കുന്നത് ഹസ്ബൻഡിന് തന്നെ ആയിരിക്കും അല്ലേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എല്ലാം ക്ഷമിക്കണം, എല്ലാം കേട്ട് നിൽക്കണമെന്നല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക. പിന്നെ ഈ ലോകത്തെ ഏറ്റവും നമ്മൾ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളോട് എല്ലാവരും പെരുമാറണമെന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളെല്ലാവരും സ്നേഹിക്കണമെന്നും നമ്മൾ വിചാരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആരെ സ്നേഹിക്കുന്നുവോ, ഏറ്റവും കൂടുതൽ ആർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുവോ അവരായിരിക്കുള്ളൂ നമ്മൾ ആദ്യം തള്ളി പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാമല്ലേ, പക്ഷേ അവരങ്ങനെ പറഞ്ഞു എന്ന് കരുതി നമ്മൾ അങ്ങനെ ആവണമെന്നില്ലല്ലേ. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ബോധമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, നമ്മൾ നേർവഴിയിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ കുട്ടി കുഞ്ഞിനെ നോക്കുന്നുണ്ടെന്നുള്ളത് അതിന് ഒരു ഉറപ്പുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാതിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക. അതിന് നമ്മളൊരു മറുപടി ഒരിക്കലും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എന്ന് കരുതി എല്ലാ കാര്യത്തിനും മറുപടി പറയാതെ സൈലന്റ് ആയിട്ടിരിക്കണമെന്നല്ല. ഇത്തരം കാര്യങ്ങൾ കാരണം ഇമോഷണലി നമ്മളെ വീക്കാക്കുന്ന കാര്യങ്ങളാണ്. ആ മോളുടെ അമ്മ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മുടെ അമ്മമാര് തന്നെയാണ്. പക്ഷേ എത്രയോ പേർക്ക് എനിക്കറിയാം, നേരിട്ടറിയാന്നുള്ള എത്രയോ പേരുടെ അമ്മമാര് ജീവിച്ചിരുന്നിട്ടും ഒരു ഗുണവുമില്ലാതെ ഒരു നല്ലൊരു അഡ്വൈസ് പോലും കൊടുക്കാതെ ഇരിക്കുന്ന എത്രയോ അമ്മമാരുണ്ടെന്നറിയാമോ നമുക്ക് ചുറ്റും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണല്ലേ. നമ്മുടെ അമ്മ ജീവിച്ചിരുന്ന കാലം വരെയെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുവെന്നും നമുക്ക് തന്നിട്ടുള്ള നല്ല ഉപദേശങ്ങളും നമുക്ക് ഓർക്കാമല്ലേ. അങ്ങനെയൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോകുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആ കുട്ടി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കുഞ്ഞിനെ നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ നോക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യം എടുത്താലും ഞാനിവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ മരണപ്പെട്ടതാണ്. അപ്പോൾ മാമി കുഞ്ഞു മോളായിരുന്നപ്പോൾ തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്മമാര് കുഞ്ഞുങ്ങളെ എത്രത്തോളം കെയർ ചെയ്ത് നോക്കുന്നുവോ അത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതിപ്പോൾ മറ്റുള്ളവർ ആര് വന്ന് കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്താൽ പോലും അവരൊക്കെ അതിന് കണക്ക് പറയും. ഞാനൊക്കെ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്, ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഫുഡ് എടുത്ത് വെക്കുമ്പോഴായിരിക്കുള്ളൂ ആമി എഴുന്നേക്കുന്നതും പെട്ടെന്ന് കരയുകയും ഒന്ന് കൈമാറി എടുക്കാൻ പോലും ആരും ഇല്ലാത്ത, അങ്ങനെയൊക്കെ ഞാൻ ഓർത്തിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ എത്രയോ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അന്ന് ഞാൻ അവളെ ഒറ്റയ്ക്ക് നോക്കിയത് കൊണ്ട് ഇന്ന് അവൾക്ക് എന്നോടുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് അത് ഈ ലോകത്ത് മറ്റാർക്കും ഉള്ളതിനേക്കാളും കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എൻ്റെ അനുഭവമാണെങ്കിലും ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അനിയൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അമ്മ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എന്നെ നോക്കിയതൊക്കെ എൻ്റെ അമ്മയുടെ അമ്മയും അമ്മയുടെ സഹോദരങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും വളർന്ന് വലുതായി ഇത്രയും വയസ്സായിട്ടും അവരൊക്കെ പറയുന്നത് കുഞ്ഞിലെ എന്നെ അവരാണ് കൂടുതൽ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വലുതായപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര വിഷമം തോന്നാറുണ്ട്. എന്നാലും അമ്മ എൻ്റെ കൂടെ ഇല്ലായിരുന്നല്ലോ എന്നുള്ളൊരു വിഷമം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാരണം കൊണ്ട് ഞാൻ എൻ്റെ മകളെ ഞാൻ തന്നെ വളർത്തും, ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കും എന്നുള്ളത് ദൃഢപ്രതിജ്ഞ എടുത്തൊരു കാര്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഹസ്ബൻഡിൻ്റെ സഹായം നമ്മൾ ചോദിക്കണം. നമ്മൾ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന പോലെ
പോലെ ഈ ലോകത്ത് വേറെ ആര് സ്നേഹിച്ചാലും അത് സ്നേഹമാവില്ല. അഥവാ അങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ നാളൊരു സമയത്ത് കണക്ക് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടിയും വരും. അപ്പം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കൂടുതലായിട്ട് വഴക്കിനും ബഹളത്തിനൊന്നും പോകാതെ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടാലും നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾക്ക് അറിയാം അതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് എന്നുള്ളത്. പിന്നെ മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് പോലെ അല്ലല്ലോ നമ്മൾ എന്താണെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ളിടത്തോളം കാലം നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ചില കാര്യങ്ങൾ, ചില വേർഡ്സ്, നമ്മൾ ചില കാര്യങ്ങൾ ഇമോഷണലി നമ്മൾ വിഷമിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് ബന്ധങ്ങളിൽ തകർച്ചകൾ ഉണ്ടാക്കുകയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. അതേസമയം നമ്മൾ മറുപടി പറയേണ്ട കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുകയും വേണം. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് കമൻറ്റിൽ കൊടുത്തതും ഈ ഒരു മറുപടി തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരെയും മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ വ്യത്യസ്ത സ്വഭാവക്കാരാണല്ലേ. പക്ഷെ നമുക്കല്ലേ മാറാൻ പറ്റുള്ളൂ. നമുക്ക് വിദ്യാഭ്യാസവും വിവരവും തന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ തിങ്ക് ചെയ്യുക, നമ്മളവിടെ സംസാരിച്ചാൽ പ്രശ്നമാകുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെ 1-2 പേര് നമുക്ക് ഹായ് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. അത് 2-3 ആഴ്ച മുന്നേ അയച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ റുബീന എന്ന് പറഞ്ഞിട്ടൊരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ പ്ലേ ചെയ്തിട്ട് ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാറുണ്ടെന്ന് ഒരു ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പരിപ്പ് കറി റെസിപ്പി ഷെയർ ചെയ്യാമോന്ന് സഹാറ എന്ന് പറഞ്ഞിട്ടൊരു സഹോദരി ചോദിച്ചിരുന്നു. പിന്നെ ജെനി ജോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹോദരി ടോപ്പിക്സ് എല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഞ്ജന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി എന്നോട് എയർടൈറ്റ് ബോക്സിന്റെ കണ്ടെയ്നറിന്റെ ലിങ്ക് ഒക്കെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലക്കാട് അട്ടപ്പാടിയിൽ നിന്നുള്ള ഒരു സഹോദരി കമൻറ്റ് ഇട്ടിട്ടുണ്ട്. 2 പെൺകുട്ടികളുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പേരറിയത്തില്ല, പേര് പറഞ്ഞിട്ടില്ല, അക്കൗണ്ടിലും പേര് കാണിക്കുന്നില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ചാനൽ കമൻറ്റ് ഇടുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. വീഡിയോസൊക്കെ കണ്ട് എൻ്റെ ഫാനായി മാറിയെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രവീണ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ചേച്ചിയുടെ വീഡിയോസ് ഒത്തിരി ഇഷ്ടമാണ്, എല്ലാം കാണാറുണ്ട്, എന്നും കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പിന്നെ ദീപിക എന്നിട്ടൊരു സഹോദരി വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ദിവ്യ രജിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു നാൾ വളരെ യാദൃച്ഛികമായിട്ടാണ് എൻ്റെ വ്ലോഗ് കണ്ടു തുടങ്ങിയത്രേ. എൻ്റെ ഫസ്റ്റ് വീഡിയോസ് ഒന്നും കണ്ടപ്പോൾ വലിയ ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ പിന്നീട് റിപ്പീറ്റഡ് ആയിട്ട് 1-2 വീഡിയോസ് കണ്ടപ്പോഴാണ് എന്തോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ജെനുവിനായും ഹമ്പിളായും പെരുമാറുകയും ഒട്ടും ഷോ ഓഫ് ഇല്ലാതെ വീഡിയോസ് പ്രസന്റ് ചെയ്യുകയും തികച്ചും വേറിട്ട വ്ലോഗാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ പേഴ്സണൽ ലൈഫിൽ ഓൾറെഡി കുറച്ചൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നും എന്നാലും എൻ്റെ വീഡിയോസ് കാണുമ്പോൾ കൂടെ ആരോ ഒപ്പം ഉള്ളതുപോലെയും അതുകൊണ്ടാണ് ഒരു ലോൺലിനെസ് മാറി കിട്ടിയെന്നും പറഞ്ഞിട്ടുണ്ട്. ലോൺലിനെസ് എന്ന് ഉദ്ദേശിച്ചത് പുള്ളിക്കാരി ആഫ്റ്റർ മാരേജ് ഫാമിലി കുട്ടികൾ എന്ന് പറഞ്ഞ് ഒതുങ്ങി ച്ചിരുന്നതിനാണ് ലോൺലിനെസ് എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. തമിഴിൽ 1-2 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഭയങ്കര നല്ലൊരു കമൻ്റ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ദിവ്യ രജിലേഷ് സഹോദരിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. എന്നെപ്പോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെന്നൈയിൽ വന്ന് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്നു എന്നതിലും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള കമൻസ്. പിന്നെ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ എല്ലാവരും ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് എനിക്ക് ഒത്തിരി കമൻസ് ആണ് അറിയിച്ചത് കേട്ടോ. ഞാൻ പോലും അതിശയിച്ച് പോയി. അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കമൻസ് ഇടുന്ന കൂട്ടുകാരാണ് എല്ലാവരും. അപ്പോൾ എൻ്റെ പുതിയ ലുക്ക് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പുതിയ ലുക്കിൽ ഇനി വ്ളോഗ്സ് ഒക്കെ കാണാനായിട്ട് കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാൾ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഒരിക്കലും എൻ്റെ ലുക്ക് മാറ്റാനോ മറ്റൊന്നിനോ അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവരോട്, ഞാൻ ആദ്യമേ പറഞ്ഞത് എൻ്റെ ഒരു വേവി ഹെയർ മാറ്റണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ സ്ട്രെയിറ്റ് ലുക്ക് വരും. സ്ട്രെയിറ്റ് ലുക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ മുഖത്തൊരു വ്യത്യാസം വന്നു എന്ന് ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞത് നിങ്ങളുടെ കമൻസിലൂടെയാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് അഞ്ജുവിനും ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അവളും പറഞ്ഞിരുന്നു, ശരിക്കും പറഞ്ഞാൽ ലുക്ക് മാറുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ മുടി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഒരുപാട് ഹെയർ ഫാൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോഴും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരിക്കും, പേടിയുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും പേടിക്കുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു സലൂണിൽ പോയിട്ട് അവരുടെ അഡ്വൈസ് കേട്ടിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്
മുന്നോട്ട് പോവുക. പിന്നെ മറ്റുള്ളവരെ പേടിച്ചും അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് കേട്ട് അങ്ങനെയൊന്നും ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ആവശ്യമാണല്ലേ, നമ്മുടെ ഹെയറും നമ്മുടെ സ്കിന്നും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ പൈസ നമ്മളാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പോൾ അതൊക്കെ മാത്രം മനസ്സിൽ വെച്ചിരുന്നാൽ മതി, മറ്റുള്ളവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നൈറ്റ് ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ കൊണ്ടുവന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്. അവർ വേറെ സ്ഥലങ്ങളിലൊക്കെ ഡെലിവറി ചെയ്തിട്ടാണ് ഞങ്ങൾക്കാണ് ലാസ്റ്റ് തന്നത്. പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഞാൻ എന്തായാലും ഡൈനിങ് ടേബിൾ കൊണ്ടുവരേണ്ടി ലേറ്റ് ആവുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ ഇരുന്ന് വാൾപേപ്പർ ഒട്ടിച്ചത് കേട്ടോ. കാരണം നമ്മൾ ഉറങ്ങിപ്പോവില്ലേ, അതുകൊണ്ട് ഒരുപാട് ലേറ്റ് നൈറ്റ് ആയ കാരണം കൊണ്ട് എന്തായാലും ആ ഗ്യാപ്പിൽ ഞാൻ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് അവർ ഡൈനിങ് ടേബിളുമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സീറ്റിൽ ഞങ്ങൾ ഇതുപോലെ റെക്സിൻ്റെ കളറ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കവിടെ കസ്റ്റമൈസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഡൈനിങ് ടേബിളിൻ്റെ ചെയർ ഈ ഒരു മോഡൽ അല്ലായിരുന്നു കേട്ടോ. ഇരിക്കുന്ന ഒരു പോർഷൻ വരത്തില്ല, അതിങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഇരിക്കുന്ന സമയത്ത് ചാരി ഇരിക്കുമ്പോൾ കംഫർട്ട് ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന മോഡലിലുള്ളത് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ ചെയറൊക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഗ്യാപ്പ് വരുന്ന മോഡലിലുള്ളത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കുറച്ച് എയർ സർക്കുലേഷൻ കിട്ടും, നമുക്ക് അങ്ങനെ പെട്ടെന്ന് ബാക്ക് പെയിൻ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇത് മേടിച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് അതിൽ കാലിൻ്റെ മോഡൽ മാറ്റി തരത്തില്ല, ഇതുപോലെ റെക്സിൻ്റെത് മാറ്റിത്തരും, അതുപോലെ തന്നെ നമ്മുടെ ചെയറിൻ്റെ ഒരു മോഡൽ മാറ്റി തരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് ഈ വൈറ്റ് കളർ തീമിലുള്ളത് എടുത്തപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് വീട് വെച്ചവരോ പാല് കാച്ചാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു മോഡൽ നിങ്ങൾ എടുത്തോളൂ. നല്ലൊരു എലഗൻറ്റ് ലുക്കായിരിക്കും, അതുപോലെ തന്നെ നല്ലൊരു ആസ്തറ്റിക് ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും കേട്ടോ. ഈ ഒരു ടേബിൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ ലുക്ക് തന്നെ ആകെ മാറിയല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നീക്കി ഇട്ടേക്കുന്നതിൻ്റെ കാരണം ഇനി നമുക്ക് സോഫ ഇങ്ങോട്ട് വരാനുണ്ട്. അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. തലേ ദിവസം ഈ ഡൈനിങ് ടേബിളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം രാവിലെയാണ് പിന്നെ എഴുന്നേറ്റ് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഞാൻ അതിൻ്റെ മേലെ വിരിച്ചേക്കുന്നത് കേട്ടോ. ഞാനിതിൽ ഡൈനിങ് ടേബിളിൽ വേറെ ഷീറ്റൊന്നും വിരിക്കുന്നില്ല, ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ഇട്ടേക്കുന്നത്. എന്നാലാണ് ആ ഒരു വൈറ്റ് കളർ മാർബിൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല കട്ടിയുള്ള നല്ല തിക്നെസ് ഉള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കേട്ടോ. ഒത്തിരി നാൾ കിടക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും കത്തിയൊക്കെ വെച്ച് കീറിയാൽ മാത്രമേ അത് പൊട്ടിപ്പോകത്തുള്ളൂ. പിന്നെ അതേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ പോത്തീസിലേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചുമ്മാതൊന്ന് കാണാനാണ് വന്നേക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ദിവസം ഇവിടെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു എന്ന്. അപ്പോൾ അതേ ഇപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്കാണ് കേട്ടോ. ഭയങ്കര കൂട്ടമായിരുന്നു. മാത്രമല്ല ഇവിടെ ആണെങ്കിൽ ഇത് കണ്ടിരിക്കേണ്ട ഒരു ഷോറൂം തന്നെയാണ് കേട്ടോ. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു കൊട്ടാരത്തിലൊക്കെ കയറിയൊരു ഫീലായിരുന്നു. നമ്മുടെ പാടി ശരവണ സ്റ്റോറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരവണ സ്റ്റോറിൽ വലിയ തിരക്കില്ല, ഇവിടെയാണ് നല്ല തിരക്കുള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ എനിക്ക് പോത്തീസിലെ ഡ്രസ്സുകളൊന്നും തന്നെ ഇഷ്ടമില്ല കേട്ടോ. കാരണം ഞാൻ ഒത്തിരി തവണ പോത്തീസിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സുകളാണ് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇവിടുത്തെ സാരിയൊക്കെ നല്ലതാണ്, പട്ട് സാരിയൊക്കെ. ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് കയറിയതേ ഉള്ളൂ, ഒന്നും മേടിക്കാനല്ല വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ട് ഇവിടെ ശരവണ സ്റ്റോർ പോലെ തന്നെയാണ് ഫർണിച്ചർ മാർട്ടും ഫുഡ് കോർട്ടും അതുപോലെ കുട്ടികളുടെ ഡ്രസ്സും വലിയവരുടെ ഡ്രസ്സും എല്ലാ സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫർണിച്ചർ സെക്ഷനിൽ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചുമ്മാ വന്നതാണ്. ദേ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കൊണ്ട് നമ്മൾ എടുത്തില്ലേ ഡൈനിങ് ടേബിൾ, സെയിം അതേ മോഡലിൽ തന്നെ ഒരുപാട് ഡിസൈൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഡൈനിങ് ടേബിൾ 32,000 ആണ് എന്തോ ആണ് ആയിട്ടുള്ളത് കേട്ടോ. 32,000 ആണ് ആയത്. അപ്പോൾ ഇവിടെയും അതേ റേറ്റ് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ചെറിയ മോഡലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നമ്മൾ എടുത്തത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്, കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ട് തോന്നി. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് നമുക്ക് സോഫയിൽ ഇടുന്ന കവർ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കൂടി നോക്കി. അപ്പം ഞാനൊരു സോഫ കവർ എടുത്തിട്ടുണ്ട്, വരുന്ന വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇതുവരെയും സോഫ ഡെലിവറി ആയിട്ടില്ല. പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ എല്ലാം ഒന്ന് കണ്ടിട്ട് ചുമ്മാ അതൊന്ന് കയറിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹോം സെന്ററിലൊക്കെ വെച്ചേക്കുന്ന പോലെ തന്നെ ഫർണിച്ചറൊക്കെ ഒരു റൂമിൽ സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡെമോ ഒക്കെ അവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ വന്നിരുന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോത്തീസിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, പെട്ടെന്നാണ് അവരിത് ഓപ്പൺ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഡസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനതുകൊണ്ട് മാസ്ക് വെച്ചിട്ടാണ് വന്നത്. എനിക്ക് നല്ല കോൾഡ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോൾഡ് വന്നു, ത്രോട്ട് ഇൻഫെക്ഷൻ ആയി എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബോട്ടോക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വന്നത്. കാരണം അവിടെ ഫുള്ളായിട്ട് AC ആയിരുന്നു ആ സലൂണിൽ. മാത്രമല്ല ഹെയർ വാഷ് 2-3 തവണ ചെയ്യുകയും ചെയ്തു. പിന്നെ ബോട്ടോക്സ് കഴിഞ്ഞിട്ട് നല്ലപോലെ മുടിക്ക് ഹീറ്റും കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഹീറ്റിൻ്റെതും AC-യുടെ തണുപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ബോഡി ടെമ്പറേച്ചർ വേരിയേഷൻ വന്നിട്ട് പനിയും ത്രോട്ട് ഇൻഫെക്ഷനും ഒക്കെ ആയത്. അപ്പോൾ അത് ഇപ്പോഴും നല്ലപോലെ കുറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും നല്ല മോശമാണ്, ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെ അല്ലേ.
അപ്പോൾ അതേ അങ്ങനെ പോത്തീസിൽ നിന്ന് വന്നിട്ട് നമ്മളത് സോഫ കവറും എടുത്ത് പിന്നെ ഒന്ന് ഫുഡ് കോർട്ടിലേക്ക് കയറിയിട്ട് ഒന്ന് ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ രാവിലെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണല്ലോ വന്നേ. പിന്നെ നമുക്ക് വേവ്സിലൊന്ന് വരണമായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും ആമിക്ക് 1-2 ഡ്രസ്സ് എടുക്കണമായിരുന്നു, കുറച്ച് സ്വെറ്ററൊക്കെ, അപ്പോൾ സ്വെറ്റ് ഷർട്ടൊക്കെ പോലത്തത്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ പോത്തീസിൽ ഭയങ്കര റേറ്റുമാണ്. അപ്പോൾ എന്തായാലും വേവ്സിൽ വരാമെന്ന് വിചാരിച്ചിട്ട് അണ്ണാ നഗറിലുള്ള കോർണർ വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥിരം ഡ്രസ്സ് എടുക്കാറുണ്ട് കേട്ടോ. നല്ല കളക്ഷൻസ് ആണ്. ഇവിടെയും ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഗൗൺ ഒന്ന് നോക്കണമായിരുന്നു കേട്ടോ. മാക്സി ഗൗണില്ലേ അത്. അപ്പോൾ അത് ഞാൻ 2 ഇട്ട് നോക്കി. അതിൽ 1 എടുത്തിട്ടുള്ളത്. ഞാൻ ഏതായിരിക്കും എടുത്തതെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? 2 നോക്കിയതിൽ 2 എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ആമിക്കുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേവ്സിലാണെങ്കിൽ എപ്പോഴും കുറച്ചും കൂടി ജീൻസിൻ്റെ ടോപ്പുകളൊക്കെ നല്ല നല്ല മോഡൽ വരും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതുവരെയും ജീൻസിൻ്റെ ടോപ്പ് 1 എടുത്തിട്ടുള്ളത്. ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പോകണം. ഞാനിപ്പോൾ ഒരു ഗൗൺ മാത്രം എടുത്തിട്ട് അവിടെ നിന്ന് വന്നു. പിന്നെ ആമിക്ക് കുറച്ച് സ്വെറ്റ് ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ തണുപ്പായ കാരണം കൊണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ലഞ്ച് കഴിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഞാൻ ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ ആമിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണമായിരുന്നു. ആമിക്കും നല്ലപോലെ ചുമയും കോൾഡൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ നിന്ന് പകർന്നതാണ്. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു. പിന്നെ എന്തായാലും ഡോക്ടറിനെ കാണിച്ചിട്ടില്ല. നേരെ ഞങ്ങൾ പോത്തീസിൽ കയറിയിട്ട് പിന്നെ അതുവഴി വേവ്സിലും പോയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ലഞ്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ 1-2 ഐറ്റംസ് ഹസ്ബൻഡിന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ സ്പെൻസർ പ്ലാസയിലാണ് പോകുന്നത്. ബോട്ടോക്സ് ചെയ്തതിന് ശേഷം എനിക്ക് ഹെയർ കുറച്ചും കൂടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല എനിക്ക് ഹെയർ സ്റ്റൈൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാനിങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ ബാങ്ക്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യാറുണ്ട്. പിന്നെ ഓപ്പൺ ഹെയറിൽ നടക്കാറുണ്ട്. എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ ഞാൻ ഹെയർ കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ. മറ്റേത് വേവി ഹെയർ ആയിരുന്നപ്പോൾ, കേളി ഹെയർ ആയിരുന്നപ്പോൾ എനിക്ക് എല്ലാ ഇതൊന്നും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു കേട്ടോ. എപ്പോഴും ഒരൊറ്റ ഹെയർ സ്റ്റൈലാണ് നടന്നിരുന്നത്. പിന്നെ നമ്മൾ സ്പെൻസറിൽ വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ എനിക്ക് കാപ്രസിയുടെ ബാഗ് മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കടയിൽ വന്നിട്ട് ഹസ്ബൻഡിന് 1-2 ഐറ്റംസ് മേടിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ വന്നതാണ്. അങ്ങനെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഇതൊരു ഫാമിലി ആൾക്കാർ നടത്തുന്ന ഷോപ്പാണ്. ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടാണ് അവിടെ വന്ന് ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. സ്പെൻസർ പ്ലാസയ്ക്ക് അകത്തിരിക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പിന്നെ പതുപോലെ നമ്മൾ എപ്പോഴും സ്പെൻസർ പ്ലാസയിൽ വന്നാൽ ഇവിടുത്തെ ബിലാലിൽ വരും. ഇവിടുത്തെ ഫേമസ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബൺമസ്ക, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വൈറലായിരിക്കുന്ന സാധനം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്ന് സൂപ്പാണ് കുടിച്ചത്. ഹസ്ബൻഡ് ചായയും ബൺമസ്കയും തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ സൂപ്പ് മേടിച്ചായിരുന്നു കേട്ടോ. എനിക്ക് ഹോട്ട് ആൻഡ് സോർ സൂപ്പും ആമിക്ക് ചിക്കൻ സൂപ്പുമാണ് മേടിച്ചത്. അപ്പം ഞങ്ങൾക്ക് നല്ല കോൾഡും ചുമയും കഫവും ഒക്കെ ഉള്ളതുകൊണ്ട് സൂപ്പ് കുടിക്കാനായിട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ബൺമസ്കയും ചായയൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ VR ചെന്നൈയിൽ വന്നേക്കുന്നത്. നമുക്ക് കുറേ നാളായിട്ട് ഒരു പെർഫ്യൂം മേടിക്കണമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതേ സമയം തന്നെ ബോഡി ഷോപ്പിൽ നിന്ന് ഞങ്ങളൊരു പെർഫ്യൂം എടുത്തിട്ടുണ്ട്. പക്ഷേ അത് തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 1 വർഷം ആയപ്പോഴാണ് അത് തീർന്നത്. 2 ഫ്ലേവറിലുള്ള, ഒന്ന് സ്ട്രോബെറിയും ഒന്ന് വാനില ഫ്ലേവറും. പക്ഷേ ഇവിടെ വന്നിട്ട് വേറൊരു ഷോപ്പിൽ കയറി, മൈ OP എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം ഷോപ്പ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ VR ചെന്നൈക്ക് അകത്ത്, മാളിനകത്ത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലുള്ളത് നമുക്ക് കിട്ടിയായിരുന്നു. ഇവിടെ പെർഫ്യൂം മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് 2 ഫ്ലേവർ മിക്സ് ചെയ്ത് നമുക്ക് തരാനായിട്ട്. അങ്ങനെ ഒരു വെനോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലേവറും പിന്നെ അതുപോലെ തന്നെ മാർഷ്മെലോ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവറും കൂടി, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം. അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ആ കുട്ടി പറഞ്ഞത് കുറേ ദൂരെ വന്ന് നമ്മളിങ്ങനെ നടന്നു പോയാലും നമുക്കും അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് കിട്ടും, മറ്റുള്ളവർക്കും കിട്ടും, കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്ന് അറിയത്തില്ല, ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. അത് കൊണ്ടുപോയി ഫ്രിഡ്ജിൻ്റെ സൈഡ് ഡോറിൽ വെക്കാനാണ് പറഞ്ഞേക്കുന്നത് ഒരാഴ്ച. അത് കഴിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അതും മേടിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ രാവിലെ പോത്തീസിൽ പോയപ്പോഴത്തേക്കും സോഫ കവർ എടുത്തു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ തന്നെ ഫ്രിഡ്ജിൻ്റെ മേലെ വിരിക്കുന്ന ഒരു കവറും കൂടി മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നത് അത് ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. 5-6 വർഷമായി, 5-6 10 വർഷത്തോളം ആയി. പഴയ ഫ്രിഡ്ജിൻ്റെതാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് മേടിച്ചതാണ്. അപ്പോൾ അത് കീറിപ്പോയ കാരണം കൊണ്ട് എന്തെങ്കിലും പുതിയതൊരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കളറിലുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൺലൈനിലൊക്കെ നോക്കി വെച്ചിരുന്നു. പക്ഷേ എന്നാലും കടയിൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷെ നല്ല തിക്നെസ് ഉണ്ട്, നല്ല കട്ടിയുള്ളതുകൊണ്ട് എടുത്താണ്. എൻ്റെ പണ്ട് ഇരുന്നതും ശരവണ സ്റ്റോറിൽ നിന്ന് എടുത്താണ്. ഇതിപ്പോൾ പോത്തീസിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ.
അപ്പോൾ അത് കൈയോടെ തന്നെ വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മേലെ കൊണ്ടുപോയി വിരിച്ച് ഉടനെ തന്നെ സെറ്റ് ചെയ്ത് കേട്ടോ. എനിക്ക് എന്തെങ്കിലും സാധനം വീട്ടിൽ വന്നാൽ അപ്പം തന്നെ അത് സെറ്റ് ചെയ്ത് കാണണം. അതെൻ്റെ ഒരു സ്വഭാവമാണ്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും വീട്ടിലത്തേക്ക് എന്ത് സാധനം മേടിച്ചാലും അപ്പം തന്നെ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഉടനെ തന്നെ എടുത്ത് കാണണം. എത്ര പാതിരാത്രി ആയാലും ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയ വീഡിയോ ഇട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.